15 തിരുമേനിമാരുണ്ട്. നമ്മുടെ സഭ അത്ര ചെറുതാണോ എന്ന് ഞാനൊരു ദിവസം ചോദിച്ചു. എനിക്കൊരു 10-12 വയസ്സ് കാണും. ഞാനതെന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് അച്ചായൻ പറഞ്ഞത്, നമ്മുടെ സഭയ്ക്ക് 5 തിരുമേനിമാരിൽ കൂടുതൽ ഒക്കത്തില്ല, അങ്ങനെയാണ് നമ്മുടെ നിയമം എന്നെന്നോട് പറഞ്ഞു. അത് ശരിയാണെന്ന് ഞാൻ ഒരു 10 വർഷം വരെയും വിചാരിച്ചിരുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, എനിക്കതിനെപ്പറ്റി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ നിയമം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ ഇപ്പോൾ നമുക്ക് 13 തിരുമേനിമാരുണ്ട്. നമ്മുടെ സഭയ്ക്ക് 13 തിരുമേനിമാരെ കിട്ടി. ചിലപ്പോൾ അന്ന് 13 തിരുമേനിയുടെ ആവശ്യമില്ലായിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ 5-ൽ നിർത്തിയിരുന്നത്. അപ്പം നമ്മുടെ സഭ വളരുന്നു. നമുക്ക് 5 തിരുമേനിമാരെ കൊണ്ട് എല്ലായിടത്തും എത്താൻ സാധിക്കില്ല, കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇവിടെ 13 വരെ എത്തിയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സഭ വളരുന്നതിന് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഒത്തൊരുമയും നമ്മളെ നയിക്കുന്നവരുടെ പ്രവർത്തനക്ഷമതയും മാത്രമാണെന്നുള്ള യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മളുടെ പുതിയതായി നിയമിച്ചിരിക്കുന്ന 3 തിരുമേനിമാർക്ക് അവർക്കായിരിക്കും ഇനിയും ഭാരിച്ച ചുമതലകളുള്ളത്. പ്രായമുള്ളവർ മാറിയിരിക്കത്തുള്ളായിരിക്കാം, അവർക്ക് ഇനിയും ഓട്ടമായിരിക്കാം. അവർക്ക് ദൈവം ഓടാനായിട്ടുള്ള കഴിവും ആരോഗ്യവും കൊടുക്കട്ടെ. ഞങ്ങൾ കുഞ്ഞാളുകൾ നിങ്ങളുടെ പുറകെ ഉണ്ട്. നിങ്ങൾ മുന്നേ പോകുമ്പോൾ ഈ കുഞ്ഞാടുകളൊന്നും അത്ര ശരിയല്ല. ഇടയ്ക്കൊക്കെ ഈ മുള്ളുവേലി ചാടും, മതിൽ ചാടുന്നതൊക്കെ ഞങ്ങളെ അങ്ങനെ മതിൽ ചാടാതെ ഇരിക്കാൻ ഞങ്ങൾക്ക് നല്ല വഴികളെ പറഞ്ഞു തരാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയും ക്ഷമയും നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു. ഇവിടെ വന്ന് ഇത് വിജയിപ്പിക്കാൻ സാധിച്ച എല്ലാവരോടും നന്ദിയും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. മിസ്റ്റർ കെ ജി എബ്രഹാം. ഫെലിസിറ്റേഷനായി മിസ്സസ് ബിന്ദു ബിജു, വനിതാ പ്രതിനിധിയായി മിസ്സസ് ബിന്ദു ബിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. മറുരൂപമലയിൽ തേജസ്വരൂപനായ മശിഹായെയും യഹോവയുടെ അഭിഷേകത്തിനായ മോശയെയും ഏലിയാവിനെയും ദർശിച്ച പത്രോസ്ലീഹായെ ഭരിച്ച വികാരമാണ് പ്രൗഢഗംഭീരമായ ഈ വേദിയും സദസ്സും എന്നിൽ ഉണർത്തുന്നത്. മർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, അഭിവന്യരായ മറ്റ് തിരുമേനിമാർ, വന്യവൈദികർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ബഹുമാന്യരായ സഹവിശ്വാസികളെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഭിവന്യ ജോസഫ് മർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി പൈതൃകവും പാരമ്പര്യവും കൊണ്ട് സമൃദ്ധനും, വിശ്വാസ ദർശനങ്ങളിൽ വിശാല ഹൃദയനും, തീരുമാനങ്ങളിൽ നിശ്ചയദാർഢ്യനും, ഭരണത്തിൽ നിപുണനും, ഹൃദയത്തിൽ കാരുണ്യവും ഒത്തിണങ്ങിയ സഭാപിതാവാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ മാർഗദീപമായ അങ്ങയ്ക്ക് ഇസ്രായേലിനെ നയിച്ച മോശയെ പോലെ ലോകമെമ്പാടുമുള്ള മർത്തോമ സഭാ സമൂഹത്തെ നയിക്കുന്നതിന് ദൈവം ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മർത്തോമ സഭയുടെ സാമൂഹിക മുഖമാണ് അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലൂസ് തിരുമേനി. കുവൈറ്റിലെ മർത്തോമ സമൂഹത്തെ ആരാധനയുടെയും കൂട്ടായ്മയുടെയും പുതിയ പന്ഥാവിലേക്ക് കൈപിടിച്ചു നയിച്ച് പുത്തൻ ഉണർവ് പ്രദാനം ചെയ്ത തിരുമേനിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പുതിയ നിയമ പണ്ഡിതനും ദൈവശാസ്ത്ര ചിന്തകനുമായ സഭാപിതാവാണ് അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ്. ലാളിത്യവും വിശ്വാസ സ്ഥിരതയും സരസചിന്തയും ശൈലിയാക്കിയ തിരുമേനിയുടെ നേതൃത്വം സഭയെ വേദപുസ്തക സത്യത്തിലും മനുഷ്യ നന്മയിലും ഉറപ്പിക്കുന്നതിന് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവന്യ ഗ്രിഗോറിയസ് മാർ സ്തെഫാനോസ് തിരുമേനി നേതൃത്വ പാടവം കൊണ്ടും ഭരണ നിപുണത കൊണ്ടും നിർമ്മല വിശ്വാസത്താലും അനുഗ്രഹീതനാണ്.
കെട്ടുറപ്പോടെ സഭയെ നയിക്കുന്നതിന് അങ്ങയുടെ നേതൃത്വത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഉജ്ജ്വല ചിന്തകളുടെ ഉടമയാണ് അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി. ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രഭാഷണകല വശമുള്ള വാഗ്മി. അങ്ങയുടെ ആഴമുള്ള ചിന്തകളും മാനവികതയും സഭയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുവൈറ്റിലെ ആദ്യ മർത്തോമ ഇടവക രൂപീകരണത്തിൻ്റെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് കടക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഈ സംഗമത്തിൻ്റെ മാസ്മരികതയിൽ മനം മയങ്ങി നാം ഇവിടെ ഇരിക്കുന്നത് ഉത്തമം എന്ന വികാരം കൊള്ളാതെ 117ാമത് മാരാമൺ കൺവെൻഷനിലൂടെ സഭ നമുക്ക് നൽകിയ കർത്തൃസേവയ്ക്കായി എഴുന്നേൽക്ക നാം മുൻപോട്ട് പോകുക എന്ന ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തീയ സാക്ഷ്യവാഹകരാകാൻ കുവൈറ്റിലെ മർത്തോമ പ്രവാസി സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിന്ദു ബിജു. നമ്മുടെ ഗൾഫ് റീജിയൻ സഭാ കൗൺസിൽ മെമ്പറെ കൂടാതെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കൗൺസിൽ മെമ്പേഴ്സിൻ്റെ പ്രതിനിധിയായി ഫെലിസിറ്റേഷനായി മിസ്റ്റർ ജോയ് ജോൺ തുരുത്തിക്കരെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ വിശിഷ്ടരായിരിക്കുന്ന മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്ദ്യ ജോസഫ് മാർത്തോമ മെത്രോപൊലിത്ത, മറ്റ് തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കൂടി വന്നിരിക്കുന്ന ഏവരുമേ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുവൈറ്റിലെ മാർത്തോമ സഭയെ സംബന്ധിച്ച് ഇന്ന് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരമാണ്. കാരണം ഇവിടെ മാർത്തോമ സഭയുടെ ആരാധന തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ നമ്മൾ ദർശിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്, ഒരു മഹാസംഭവമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞത് ദൈവകൃപയും നമ്മുടെ പിതാക്കന്മാരുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്ന ഇതിന് പ്രധാന കാരണം മാർത്തോമാ സഭയ്ക്ക് നമുക്ക് പുതിയ 3 തിരുമേനിമാരെ ലഭിക്കുകയുണ്ടായി. അഭിവന്ദ്യ തിരുമേനിമാർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവരുടെ സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാകുവാൻ അവർക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലൂടെയും നമ്മൾക്കൊരോരുത്തർക്കും അഭിമാനമാണ്. മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല, എല്ലാ മലയാളികൾക്കുമല്ല, ഇന്ത്യക്കാകമാനം അവരഭിമാനമായി തീരട്ടെ. അതിന് സർവേശ്വരനായ ദൈവം എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകിക്കൊടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ അഭിമന്യ മെത്രോപൊലിത്ത തിരുമേനി തീർച്ചയായിട്ടും നമ്മൾക്ക് പറയുവാൻ കഴിയും, മാർത്തോമാ സഭയുടെ തിരുമേനിയല്ല, പിന്നെയോ എല്ലാ മലയാളികളുടെയും പരംപിതാവാണ്. മാർത്തോമാ സഭയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് നമ്മുടെ മെത്രോപൊലിത്ത എന്ന് പറയുന്നതിൽ സംശയമില്ല. മെത്രോപൊലിത്തായുടെ സാന്നിധ്യവും കൂടാതെ പൗലോസ് തിരുമേനിയുടെ സാന്നിധ്യവും നമ്മൾക്ക് ഏറ്റവും സന്തോഷവും ഉണർവും പകരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. ഇരുവരെയും ആശംസകൾ അറിയിക്കുകയും ഇത് നമ്മൾക്ക് ഏറ്റവും എൻ്റെ മുന്നിൽ പറഞ്ഞതുപോലെ മാരാമൺ 117 മാരാമൺ കൺവെൻഷൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് എഴുന്നേറ്റ് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ സർവശക്തനായ ദൈവം നമ്മൾക്ക് കൃപ നൽകട്ടെ എന്നൊരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരു പ്രാവശ്യം കൂടെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോയ് ജോൺ. അനൗൺസ്മെൻറ്റിനായിട്ട് ക്രിസ്റ്റി തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. No, it's once again proven that God answers prayers. See, we as the finance team, we have been praying for this event for quite some time. And when we set the target to support the Snehakaram project, the number in our mind was 10 lakh Indian rupees. But though it was 10 lakh, we were praying for a 6,000 KD number. I don't know how that came into our mind, but we were praying for 6,000 KD. And we are just great to inform you that we have received 6,000 KD exactly
in this offering today, 6,000 KD. Not even one feels more or less. And again, our Lord answers prayers. All the glory goes to Him. Thank you. ഫെലിസിറ്റേഷൻ ഗാനമാണ്. എല്ലാവരും നിശബ്ദത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ദിവ്യനിയോഗം, സ്നേഹത്തിൻ ദിവ്യനിയോഗം. നീതിതൻ പാതയൊരുക്കാൻ ഉടയോൻ അയച്ച ഇടയനായി, സത്യത്തിൻ വടിയും കോലുമായി, സ്നേഹത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ദിവ്യനിയോഗം തുടങ്ങും മുഹൂർത്തം. കർത്താവിൻ പ്രസാദവർഷം പ്രസംഗിക്കും പുണ്യനിയോഗം. ഗായക സംഘം ആലപിക്കുന്നു അഭിനവ തിരുമേനിമാർക്ക് ആശംസാഗാനം. ദിവ്യനിയോഗം, സ്നേഹത്തിൻ ദിവ്യനിയോഗം. നൗര്യമാ വഴിത്താ
gratitude, the Kuwait Pravasi Sangamam would like to gift the mementos. Mr. M.K. Potin will give the memento to His Grace Most Reverend Dr. Joseph Martoma, Metropolitan. Mr. Jacob Thomas, you're invited to give away the momentum to our Reverend Dr. Paulus Tirmeni. To Paulus Tirmeni. Mr. Skaria Cherian, to Right Reverend Dr. Matthews Mar Macarius, Episcopa. Mr. John Tamban, to Right Reverend Gregorius Mar Stephanos, Episcopa. Mr. George Punnus, to Right Reverend Dr. Thomas Martitos, Episcopa. Mr. Philip Siem, to Professor P.J. Kurin, Member of Parliament. Mr. Philip Siem. Mr. Prasad Nainan, to K.P. Koshi. Mr. K.P. Koshi is the Secretary, NECK Common Council, and I don't think he needs any special introduction yet. He is the part and parcel of all our church activities. He is a spiritual leader and friend to almost every congregation. A man whose outstanding faith and passion allowed us Christians to have our services. Mr. K.P. Koshi. പ്രൊഫസർ പി ജെ കുര്യന് നൽകിയ മെമെൻറ്റോയിലെ വാചകങ്ങളൊന്ന് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. പ്രൊഫസർ പി ജെ കുര്യൻ എം പി, an eminent parliamentarian, protector of human rights, champion of the oppressed, Marthoma Sabha, Kuwait Pravasi Sangamam 2012, proudly presents this memento to the noble son of Marthoma Church. Mr. Prasad Nainan to K.P. Koshi. I will hand over to our Metropolitan Tirmeni. Santosh M. Varghese will hand the memento of Reverend Emmanuel Garib to K.P. Koshi. K.P. Koshi would receive the memento on behalf of Reverend Emmanuel Garib. We have our silver sponsors, UA Exchange Center, Mr. Pansley Worky, Country Manager. State Bank of Travancore, Mr. Suresh Thomas. Next, we have the Five-Star Trading Company, Mr. Jacob Thomas, Managing Director. Five-Star Trading Company, Mr. Jacob Thomas. Acme Kuwait Company, Mr. John Phillip. Binu John Phillip. Asset Homes, Hasim, Marketing Representative. Asset Homes. Now the newly consecrated bishops will tell us something about the mission and vision. For this, I would like to invite Right Reverend Dr. Matthews Mar Macarius, Episcopa. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനി, വന്യ തിരുമേനിമാരെ,
പ്രൊഫസർ PJ കുര്യൻ MB, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, വിശിഷ്ട അതിഥികൾ, ഗായക സംഘാംഗങ്ങൾ, ഈ വലിയ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന സദസ്, എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. കുവൈറ്റ് മാർത്തോമ പ്രവാസി സംഗമത്തിനും ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവിടുത്തെ ഇടവുകൾക്ക്, ഇവിടെ ഡിക്ലെയർ ചെയ്ത എല്ലാ പ്രോജക്ട്സിനും, ദേശീയ ദിനം കൊണ്ടാടുന്ന രാജ്യത്തിനും എല്ലാവിധമായുള്ള ആശംസകളും നേരുന്നു. ഇവിടെ പറഞ്ഞതായുള്ള നന്മ നിറഞ്ഞ വാക്കുകൾക്ക്, നൽകിയ ഉപഹാരത്തിന്, പ്രാർത്ഥനയ്ക്ക് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. Dispersion is more important than coming together. ആദിമ സഭ യെരുശലേമിൽ പെന്തിക്കോസ്ത് നാളിൽ ഒരുമിച്ച് കൂടി വന്നു. ഈ കൂടി വന്ന സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ പല ഇടങ്ങളിലേക്കുള്ള പലായനമാണ് സഭയുടെ വളർച്ചയുടെ വഴികൾ നിർണയിച്ചത്. പമ്പയുടെ ഇരുകരകളിലും ആയിരുന്നതായുള്ള മാർത്തോമ വിശ്വാസി സമൂഹം ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ചിന്നിച്ചെതറിയപ്പോൾ അവിടെയൊക്കെ അർത്ഥവത്തായുള്ള ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുവാൻ നമ്മുടെ സഭയെ ദൈവം എടുത്തുപയോഗിച്ചു. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാകുന്നുവല്ലോ ഇന്നത്തെ ഈ മഹാസംഗമം. ഇവിടെയുള്ള വിശ്വാസി സമൂഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 49 വർഷങ്ങളായി ഏറ്റവും അനുഗ്രഹീതമായുള്ള സാക്ഷ്യ നിർവഹണത്തിനായിട്ട് ദൈവം ഈ പ്രവാസി സമൂഹത്തെ ഉപയോഗിക്കുന്നു എന്നതിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ആശംസകളും തുടങ്ങി വെച്ചതായിട്ടുള്ള പുതിയ ബന്ധാവിൽ ദൗത്യ നിർവഹണത്തിൽ തീർച്ചയായിട്ടും മുതൽക്കൂട്ടാണ്. ഒരു വിദ്യാർത്ഥി തൻ്റെ പഠനം ആരംഭിക്കുന്ന ആദ്യാക്ഷരം കുറിക്കുന്ന നിമിഷം, ഒരു അധ്യാപകൻ തൻ്റെ അധ്യാപനം ആരംഭിക്കുന്ന നിമിഷം, ഏതൊരു ഉദ്യോഗത്തിലിരിക്കുന്ന വ്യക്തിയും തൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹീത സന്ദർഭം, ഒരു വൈദിക വിദ്യാർത്ഥി ദേവാലയത്തിൻ്റെ അൾത്താരയിൽ പട്ടത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ മുട്ടുകൾ മടക്കുന്ന സന്ദർഭം, ഒരു വൈദികൻ സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ മുട്ടുകൾ മടക്കുന്ന സന്ദർഭം, ഇതൊന്നും ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹീത ശുശ്രൂഷയിൽ വ്യത്യസ്തമായിട്ടുള്ള ചുമതലകളിലേക്ക് നാം പ്രവേശിക്കുന്ന സന്ദർഭമാണ്. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ ഈ ലോകത്തിൽ ആരംഭിച്ചതായുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ അർത്ഥവത്തായി നിർവഹിക്കുവാൻ സാധിക്കുന്നത്. അതിന് പ്രാർത്ഥനയുടെ പിൻബലം ആവശ്യമാണ്.
മലയാളത്തിൻ്റെ പ്രശസ്ത കഥാകൃത്ത് കെ ബാലകൃഷ്ണൻ തൻ്റെ ഏറ്റവും നല്ല ഒരു കഥ അമ്മ വിളക്കുകൾ അണയാറില്ല എന്ന് പറയുന്ന കഥയിൽ തൻ്റെ തന്നെ ജീവിതാനുഭവം ഇപ്രകാരം വർണ്ണിക്കുന്നുണ്ട്. തൻ്റെ ചെറുപ്പകാലത്ത് കൂട്ടുകാരോടൊപ്പം ഒരുപക്ഷെ സായം സന്ധ്യയിലും അല്പം വൈകിയും മേളിച്ച് നടന്നായുള്ള സന്ദർഭങ്ങൾ, പലപ്പോഴും ഭവനത്തിലെത്തുവാൻ താമസിച്ചിരുന്നു. തൻ്റെ ഭവനത്തിലേക്കുള്ള വഴി വിഷപ്പാമ്പുകൾ നിബിഡമായിരുന്ന ഒരിടവഴിയാണ്. ഒരു ദിവസം വളരെ വൈകി തൻ്റെ ഭവനത്തിലേക്ക് മകൻ എത്തുമ്പോൾ ആ മകന് വേണ്ടി അത്താഴം വിളമ്പിക്കാത്തിരിക്കുന്ന മാതാവ്, ഈ മകൻ വളരെ ഭയന്നാണെത്തുന്നത്. വിഷപ്പാമ്പുകൾ ഒരു ചുറ്റുന്ന ഇടവഴിയിലൂടെയാണ് ഭവനത്തിലേക്ക് എത്തേണ്ടുന്നത്. എന്നാൽ തൻ്റെ മകൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആ ഇടവഴിയിൽ ഒരു ദീപം തെളിയിച്ചിട്ടുണ്ട്. ആ ദീപത്തിൻ്റെ പ്രകാശത്തിൽ ഈ മകൻ സുരക്ഷിതനായി ഭവനത്തിലെത്തി. അത് തൻ്റെ പ്രിയ മാതാവ് തൻ്റെ മകന് വേണ്ടി തെളിയിച്ചു വെച്ച ഒരു ദീപമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. മാതാവ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. മലയാളത്തിൻ്റെ പ്രശസ്ത കഥാകൃത്ത് കെ ബാലകൃഷ്ണൻ തൻ്റെ അമ്മ വിളക്കുകൾ അണയാറില്ല എന്ന് പറയുന്ന കഥാപുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു, തൻ്റെ മാതാവ് മൺമറഞ്ഞുവെങ്കിലും ദീർഘവർഷങ്ങൾക്ക് മുൻപ് തനിക്ക് വേണ്ടി വളരെ വൈകിയ രാത്രിയിൽ തെളിച്ചു വെച്ച ആ ദീപം തൻ്റെ ഹൃദയത്തിൽ ഇന്നും ഒരു കിടാവിളക്കായി എരിയുന്നുണ്ട്. അത് തൻ്റെ ജീവിതയാത്രയിലെ വഴിവിളക്കായിട്ട് ഇന്നും തന്നോടൊപ്പമുണ്ട് എന്നീ പ്രശസ്ത കഥാകൃത്ത് തൻ്റെ കഥയിൽ അനുസ്മരിക്കുകയാണ്. മാതൃടവയിൽ നിന്ന്, നമ്മുടെ സ്വന്തം ഇടങ്ങളിൽ നിന്ന് ഒക്കെ ലഭിച്ചതായുള്ള വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും കിടാവിളക്കുകൾ പ്രവാസി സമൂഹം എന്നുള്ള നിലയിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ തെളിയിക്കുവാൻ കഴിയുന്നു എന്നുള്ളതിൽ കുവൈറ്റ് പ്രവാസി സമൂഹത്തെ ഞാൻ ഹൃദയംഗമായി അനുമോദിക്കുകയും ഇത് കൂടുതൽ ജാജ്വല്യമാനമായി തീരുവാൻ ദൈവം തമ്പുരാൻ ഈ സമൂഹത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്നതായുള്ള ഈ സമൂഹത്തിന് എല്ലാവിധമായുള്ള ആശംസകളും നേർന്നുകൊണ്ട് നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. Thanks, Right Reverend Dr. Matthews Mar Macarius, Episcopal. Every day we live in a priceless gift of God, loaded with possibilities to learn something new, to gain fresh insights. Let's be enlightened by words of strength and power by Right Reverend Gregorios Mar Stephanos, Episcopal. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും ദേശാന്തരികളുടെ പ്രകാശവുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിമന്യ ഡോക്ടർ എബ്രഹാം മാ പൗലോസ് തിരുമേനി, മാത്യൂസ് മാ മക്കാറിയോസ് തിരുമേനി, തോമസ് മാ തീത്തോസ് തിരുമേനി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വന്യ വൈദിക പ്രൊഫസർ PJ കുര്യൻ MP, സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ഗായക സംഘ അംഗങ്ങൾ, പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് കുവൈറ്റ് പ്രവാസി സംഗമത്തിലും അതോടൊപ്പം തന്നെ
കുവൈറ്റിലെ മാർത്തോമ വിശ്വാസികളുടെ ആരാധന സമൂഹത്തിൻ്റെ സുവർണ ജൂബിലിയുടെ നിറവിലും ഞങ്ങൾക്കും സംബന്ധിപ്പാൻ സാധ്യമായ ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി കർത്താവിന് നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യം, ഈ അനുഗ്രഹീതമായ സാന്നിധ്യം ഞങ്ങളുടെ മനസ്സുകൾക്ക് ശക്തിയും ബലവും പകരുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങൾ കൂടി വന്ന് ഞങ്ങളെ അഭിനന്ദിക്കുന്നു. നല്ല നല്ല വാക്കുകൾ ഞങ്ങൾക്ക് നിങ്ങൾ നൽകിത്തരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ നിർവഹിക്കേണ്ടതായ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനും നന്ദി കരയേറ്റുകയാണ്. നിങ്ങളിലൂടെ ഈ കുവൈറ്റിൻ്റെ പ്രദേശങ്ങളിൽ അനുഗ്രഹീതമായ ക്രിസ്തു സാക്ഷ്യം വരുന്ന നാളുകളിൽ ലഭ്യമാകുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്നു. ജീവിതത്തിൻ്റെ യാത്രകളിൽ പിന്നിട്ടതായ ദിനങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കാന്തൻ നടത്തിയ വഴികളും വിധങ്ങളും എത്ര അനുഗ്രഹീതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അസാധ്യതകളും എല്ലാം ജീവിതത്തിൻ്റെ മുൻപിൽ കാണേണ്ടി വന്നപ്പോഴും അനുഭവിക്കേണ്ടി വന്നപ്പോഴും അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു സാന്നിധ്യം, അവൻ്റെ സാമീപ്യം, അത് ജീവിതത്തിൽ അനുഗ്രഹീതമായി രുചിച്ചറിഞ്ഞ നമ്മുടെ ജീവിതം തുടർന്നുള്ള നാളുകളിലും അനുഗ്രഹീതമായി തന്നെ അവൻ നയിക്കും. അവൻ ജീവിതത്തിൻ്റെ അസാധ്യതകളിൽ പുത്തൻ പുത്തൻ സാധ്യതകളെയും വഴികളെയും കണ്ടെത്തുന്നവനാണ്. അവനോടുകൂടെ നമുക്ക് തുടർന്നുള്ള യാത്രകളും നടത്തുകയും ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ അത്യധികമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ആവശ്യമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചത് തന്നെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ്. ആ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും മുൻപിൽ ഞങ്ങളൊക്കെ വിനയാതിരായി തീരുകയാണ്. പ്രിയ വിശ്വാസ സമൂഹമേ, തുടർന്നുള്ള നാളുകളിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്കാവശ്യമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരിടയൻ ആരാണ് എന്ന് ഈ ഗായക സംഘം ഞങ്ങൾക്ക് വളരെ വ്യക്തത ഒന്നുകൂടി നൽകുകയായിരുന്നു. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഇപ്രകാരം ഒരു കത്തോലിക്ക വൈദികൻ ഇടയൻ ആരാണ് എന്ന് കാണിക്കുന്ന ഒരു ചെറിയ വിവരണമുണ്ട്. അത് യെരുശലേം ദേവാലയത്തിൽ പെസഹായുടെ ദിനത്തിൽ നടന്ന ഒരു സംഭവം വിവരിക്കുകയാണ്. യെരുശലേം ദേവാലയം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യെരുശലേം ദേവാലയവും അതിൻ്റെ പരിസരങ്ങളും ലക്ഷോപലക്ഷം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പെസഹ ആചരണത്തിനായി യാഗങ്ങൾ അർപ്പിക്കുന്നതിന് യാഗമൃഗങ്ങളും പക്ഷികളും യാഗവസ്തുക്കളുമായി അനേക ലക്ഷം ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. യാഗപീഠത്തിലേക്ക് യാഗവസ്തുവിനെ അർപ്പിക്കുമ്പോൾ ഊനമില്ലാത്ത ഒന്നായിരിക്കണം ആ യാഗപീഠത്തിലേക്ക് യാഗവസ്തുവായി അർപ്പിക്കേണ്ടത്.
ഈ കൊണ്ടുവരുന്ന മൃഗങ്ങൾ ഊനമില്ലാത്തതാണോ എന്ന് നോക്കുന്നതിന് 3 പുരോഹിതന്മാർ നിരന്നിരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു മനുഷ്യൻ 2 ആടുകളുമായി എത്തുകയാണ്. അവർ പുരോഹിതന്മാർ ആടുകളെ പരിശോധിച്ചു. ഊനമില്ലാത്തതായിരിക്കണം. ഒന്നാമത്തെ പുരോഹിതൻ പരിശോധിച്ചു. ഈ 2 എണ്ണത്തിൽ ഒരെണ്ണം ഊനമുള്ളതാണ്, മുടന്തുണ്ട്. രണ്ടാമത്തെ പുരോഹിതനോടും ചോദിച്ചു. 3-ാമത്തെ പുരോഹിതനോടും ചോദിച്ചു, എന്തു ചെയ്യണം ഞങ്ങൾ ഇതിനെ? അപ്പോൾ 3-ാമത്തെ പുരോഹിതൻ വിളിച്ചു പറഞ്ഞു, വലിച്ചെറിയുക. മുടന്ത് ആ മുടന്തനായ ആടിനെ അങ്ങ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. വേദനകളോടുകൂടെ അത് ചെന്ന് ദൂരെ നിലംപതിച്ചു. മുമ്പേ മുടന്ത് ഇപ്പോൾ ആ വലിച്ചെറിയലിൽ ക്ഷതം സംഭവിച്ചിരിക്കുന്നു. സ്വയമായി എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയുന്നില്ല. അതിൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അത് ആ യെരൂശലേം ദേവാലയത്തിൻ്റെ പടവുകൾ ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ തിരക്ക് വീണ്ടും അതിനെ അലോസരപ്പെടുത്തി. ജനക്കൂട്ടത്തിൻ്റെ ചവിട്ടുകൾ അതിനേറ്റു. അവിടെ നിന്നുകൊണ്ട് നിസ്സഹായതയോടെ അത് കരയുകയാണ്. ആ നിസ്സഹായതയോടുകൂടെ അതിൻ്റെ കണ്ണുകൾ ഉയർത്തി കണ്ണുനീരുകൾ അതിൻ്റെ കണ്ണിൽ നിന്നും ഇറ്റിറ്റു വീഴുകയാണ്. തള്ളപ്പെട്ട, വലിച്ചെറിയപ്പെട്ട, നിരാശിതമായ, അനിശ്ചിതത്വം നിറഞ്ഞ, ആരും സഹായിക്കാനില്ലാത്ത ആ വേളയിൽ ഇതാ യെരൂശലേം ദേവാലയത്തിൻ്റെ പടവുകൾ ചവിട്ടി മഹാ ഇടയൻ കയറി വരികയാണ് യെരൂശലേം ദേവാലയത്തിലേക്ക്. ഈ ആടിൻ്റെ നിസ്സഹായതയിൽ ആ ഇടയൻ മനസ്സലിഞ്ഞ് അതിനെ തോളിലേറ്റി ആ യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. ഇടയൻ വ്യക്തതയുണ്ട്. എന്നാൽ ഈ ഇടയ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാൻ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുമെന്ന് പൂർണ്ണ വിശ്വാസവുമുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്ന കരുത്ത്, ശക്തി. തുടർന്നുള്ള നാളുകളിലും നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും ഏറ്റവും അനുഗ്രഹീതമായി മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു, നന്ദി. Thank you, Tirumeni. Right Reverend Dr. Thomas Martitos. He has served as the principal of Indore Higher Secondary School and as the Bishop Secretary to Most Reverend Dr. Philippos Mar Chrysostom, Valley Metropolitan. He is presently in charge of the Mumbai Diocese. The Right Reverend Dr. Thomas Martitos will share a few words. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനുമായ അഭിവന്യ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, ബഹുമാനപ്പെട്ട തിരുമേനിമാരെ, അച്ഛന്മാരെ, PJ കുര്യൻ സാർ, വിശിഷ്ട അതിഥികളെ, ഇപ്പോഴും ഉണർന്നിരിക്കുന്ന ദൈവജനമേ, കർത്താവിൽ നിദ്ര പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, വീട്ടിൽ പോയവരെ, പോകാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾക്ക് ഈ രാഷ്ട്രം അതിൻ്റെ നാഷണൽ ഡേ സെലിബ്രേഷൻ ആരംഭിക്കുന്ന ഈ തലേരാത്രിയിൽ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ബിഷപ്പായതിനു ശേഷം ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടി. റൂറൽ ഏരിയയിൽ കിട്ടി, സെമി അർബൻ ഏരിയയിൽ കിട്ടി, ക്യാപിറ്റൽ സിറ്റി അങ്ങ് ഡൽഹിയിൽ പൗലോസ് തിരുമേനിയുടെ റിസപ്ഷൻ കിട്ടി. പക്ഷേ ഒരു 5 സ്റ്റാർ റിസപ്ഷൻ ഇന്നാണ് കിട്ടുന്നത്.
5 സ്റ്റാറിൽ വന്നാലുള്ള കുഴപ്പം ഇനി മേലോട്ട് പോകാൻ അധികം സ്ഥലമില്ല എന്നുള്ളത് ഒരു അപകടമാണ്. അതുകൊണ്ട് ഈ 5 സ്റ്റാർ കുറച്ച് നാളൂടെ തുടരാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കൊച്ചു കഥ ഇപ്രകാരമുണ്ട്. അത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോവുകയാണ്. ഒരു കത്തിലെ സീനിയർ പ്രൊഫസർ അച്ഛനും അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയും അവരെ അകാരണമായ കാരണങ്ങളാൽ പിടിച്ച് കൊലയ്ക്ക് അല്ലെങ്കിൽ വിധി കൽപ്പിച്ചു, കൊല്ലുക. ആ വിധി പ്രഖ്യാപന ദിവസം രാവിലെ ഇതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന മജിസ്ട്രേറ്റ് ചോദിച്ചു വല്യച്ഛനോട്, അങ്ങയ്ക്ക് വല്ലതും ആഗ്രഹമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ഞാനൊരു നല്ല പ്രസംഗം എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് പ്രസംഗിക്കാൻ അനുവദിക്കണം. മജിസ്ട്രേറ്റ് പറഞ്ഞു, അത് സാധിക്കും, വലിയ കാര്യമല്ല, അത് സാധിക്കും. സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ വിധി അങ്ങ് നടപ്പാക്കി കിട്ടണമെന്ന്. അങ്ങനെ വിധി നടപ്പാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരെ ഇപ്പോൾ വിധി പ്രഖ്യാപിക്കുന്നില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഇതിൻ്റെ MC പറഞ്ഞു, സാധാരണ പോകുമ്പോൾ പറയുന്നത് മറുപടി പ്രസംഗമെന്നാണ്. ആൻഡ് ഷീ ഈസ് വെരി ഷ്രൂഡ് ഇനഫ് ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്. യു ഷെയർ സം ഓഫ് യുവർ വിഷൻ ഓഫ് ദി ചർച്ച് ഇൻ ദി 21st century. ഇന്നിവിടെ പറഞ്ഞതിൽ നിന്ന് ചേർത്ത് 1-2 കാര്യങ്ങളാണ് പറയുന്നത്, 2 കൊച്ചു കാര്യങ്ങൾ. The church is called to move from bloodshed to blood bank. ഇവിടെ ഇതാണ് സംഭവിച്ചത്. സ്നേഹകരത്തിലൂടെയെല്ലാം നമ്മൾ പറഞ്ഞത്, we are declaring to the world, we are ready to shed our blood for your life. രക്തം ചിന്തി കുടിക്കുന്ന ലോകമാണ്, ഊറ്റി കുടിക്കുന്ന ഒരു ലോകമാണ്. ഇവിടെയാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, my blood is for you. The Marthoma Church is called to share blood to sustain life in the world. And Jesus said, I came so that you may have life and life in its fullness. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ സഭയിലൂടെ സാധിക്കേണ്ടത്, ഈ ലോകം സമൃദ്ധമായ ജീവനിലേക്ക് നീങ്ങണം. ജീവനെ നശിപ്പിക്കുന്ന, അന്ധകാരത്തിൻ്റെ ശക്തികളെ പ്രബലപ്പെടുത്തുന്ന, സ്നേഹരാഹിത്യം വർദ്ധിക്കുന്ന, ബന്ധങ്ങൾ തകരുന്ന ഈ ലോകത്തിൽ ബന്ധങ്ങളുടെ വളർച്ചയും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും ബന്ധുത്വ ബോധവും നമ്മളിൽ വർദ്ധിച്ച് ഇവിടെ എല്ലാം സൂചിപ്പിച്ചതുപോലെ ഉള്ള ഒരു ദൈവിക നീക്കത്തിന് നമുക്ക് ഇടയാണ്. രണ്ടാമതായിട്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു ക്യാപ്ഷൻ, അതിനെക്കുറിച്ച് പത്രത്തിൽ ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ വന്നത്, അതിവേഗം ബഹുദൂരം എന്നുള്ളതാണ്. എന്നാൽ ഇതിനകത്തൊരു അപകടം ചർച്ചിൻ്റെ മിഷനുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട്. അതുകൊണ്ട് ചർച്ചിൻ്റെ വി ക്യാൻ ഹാവ് സ്പീഡ് ആൻഡ് വി ക്യാൻ ഹാവ് ട്രമെൻഡസ് സ്പീഡ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ആൻ ആംബുലൻസ് സ്പീഡ്. ദ സ്പീഡ് ഓഫ് ദ ആംബുലൻസ് ഈസ് ടു സേവ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ. ഞാൻ ഈ അടുത്ത നാളിൽ കുറേ പ്രാവശ്യമൊക്കെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പല കാര്യങ്ങൾക്ക് പോകും, പ്രത്യേകിച്ച് വലിയ തിരുമേനിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടു പോകുന്നതാണ്. രാത്രി വളരെ വൈകിയും അവിടെ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, അത് ആംബുലൻസിൻ്റെ സൈറനും ശബ്ദവുമാണ്. ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അപകടമുള്ള സ്ഥലങ്ങളിൽ നിന്നല്ല, അപകടങ്ങളിൽപ്പെട്ട ആളുകളെ മരണപ്പാച്ചിലൂടെ ഇങ്ങനെ വെല്ലൂരിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ജീവൻ കിട്ടുകയാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിന് തുല്യമായിരിക്കട്ടെ ഈ കുവൈറ്റിലെ മാർത്തോമ ഇടവ. ഇവിടെ നമുക്ക് സാധിക്കേണ്ടത് ജീവനെ നിലനിർത്തുക മാത്രമല്ല, സമൃദ്ധമായ ജീവൻ ലോകത്തിന് നൽകണം. ഇവിടെ എത്തിപ്പെടുന്ന ആരും മരിക്കാൻ പാടില്ല. മരിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഒരു ബയോളജിക്കൽ ഡെത്ത് അല്ല, മറിച്ച് സമൃദ്ധമായ ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു വലിയ ദർശനം നമുക്കുണ്ടാകട്ടെ. ഈ ടെക്നോളജിക്കൽ സ്പീഡ് ഈസ് ഓൾവേസ് ഗുഡ്, അപ്രീഷ്യബിൾ, ബട്ട് ടെക്നോളജി ഈസ് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് പേഴ്സണൽ ഗ്രോത്ത്, അവർ ഓൺ ഗ്രോത്ത്, ബട്ട് ദ സ്പീഡ് ഓഫ് ദ തിയോളജി. അത് ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള, കൊയാമയൊക്കെ പറഞ്ഞിട്ടുള്ള 3 miles an hour God. ദൈവത്തിൻ്റെ സ്പീഡ് 3 മൈൽ 1 മൈൽ. And when the speed becomes slow, when we slow down, we can see the face of our brother. If you are traveling with a tremendous speed, you may lose the face of your brother. But if you slow down, we can see the face of the God. And salvation
is slowing down the speed to 0, and on the cross, we are in the Lenten season, the speed has become 0, and 0 speed is the saving speed. Church is called to reduce the speed to 0, and that is the saving speed. And this is the mission of the church. അതുകൊണ്ട് നമുക്ക് വളരെ സ്പീഡുള്ള ടെക്നോളജിക്കൽ സ്പീഡിൽ നിന്ന് ഒരു തിയോളജിക്കൽ സ്പീഡിലേക്ക് നമ്മുടെ യാത്ര തിരിക്കുകയും ആ യാത്രയിൽ സഹോദരൻ്റെ മുഖം കണ്ട് അവൻ്റെ മുഖത്തെ പ്രകാശം കണ്ട് നമുക്ക് യാത്ര ചെയ്യുന്നതിന് ഇടയാകുകയും ചെയ്യണം. ആ ഒരു ദർശനമാണ് മാർത്തോമാ സഭയുടെ. ലൈറ്റഡ് ടു ലൈറ്റഡ്. നമ്മൾ പ്രകാശപ്പെട്ടവരാണ്, പ്രകാശിപ്പിക്കപ്പെട്ടവരാണ് പ്രകാശം നൽകുവാൻ. അന്ധകാരമുള്ള ലോകത്തിൽ പ്രകാശപൂർണമായ ജീവിതത്തിലൂടെ ഉത്തമമായ സാക്ഷ്യം വഹിച്ച് പെതുക്കെ യാത്ര ചെയ്ത് സഹോദരൻ്റെ മുഖം കണ്ട് അവനെ ജീവനെ നിലനിർത്തി മുമ്പോട്ട് പോകുന്നതിന് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിൻ്റെ അംഗങ്ങളായ നമുക്ക് 50-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ നാളുകളിൽ കൂടുതൽ ഉന്മേഷത്തോടുകൂടി പ്രകാശപൂർണമായി ജീവിക്കുന്നതിന് സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾ വാഗ്ദാനം ചെയ്ത നിങ്ങളുടെ പ്രാർത്ഥനകളും സ്നേഹവും അതിനെല്ലാം നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെയും സഭയെയും ഈ നാടിനെയും ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. Thank you, Right Reverend Dr. Thomas Matithos, Episcopal. Mr. Ebi Warikat, Program Convener, will now propose the vote of thanks. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി, പൗലോസ് തിരുമേനി, മക്കാറിയോസ് തിരുമേനി, സ്തേഫാനോസ് തിരുമേനി, തീത്തൂസ് തിരുമേനി, വേദിയുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, കുര്യൻ സാറ്, മറ്റ് സദസ്സിലിരിക്കുന്ന അച്ഛന്മാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മറ്റ് സ്നേഹമുള്ള സഹോദര സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. കുവൈറ്റിലെ ആദ്യ മാർത്തോമ ഇടവക രൂപീകരണത്തിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതുപോലെ മാർത്തോമ സഭയിലെ നവാഭിഷിക്തരായ തിരുമേനിമാരെ ഇന്ന് ഇവിടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഇതൊരു നിയോഗമാണ്. അതിന് ലഭിച്ച ദൈവകൃപയോർത്ത് നന്ദി, ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ തിരുമേനി, മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ എന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ആദർശത്തിൻ്റെ ആൾരൂപമായ അഭിവന്യ തിരുമേനി വ്യക്തിബന്ധങ്ങളിലൂടെ എന്നും നിത്യ ഓർമ്മയായി കുടുംബ ബന്ധങ്ങളിലൂടെ കടന്ന് ഹൃദയത്തിലെ നിത്യസാന്നിധ്യമായിരിക്കുന്ന മകൾ വ്യക്തിത്വമാണ്. അന്തർദേശീയ തലങ്ങളിലെ അരുമയാർന്ന വ്യക്തിത്വം, രാഷ്ട്രപതി ഭവൻ വരെ നീണ്ടുകിടക്കുന്ന വ്യക്തിബന്ധങ്ങൾ, മതേതരത്തിൻ്റെ പ്രതീകം. വി ആർ പ്രൗഡ് ഓഫ് യു തിരുമേനി. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനം ധന്യമായി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഇവിടെ എത്തി ഞങ്ങളെ അനുഗ്രഹിച്ച അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയോടുള്ള നന്ദി സ്നേഹവും ഈ കുവൈറ്റ് പ്രവാസി സംഗമത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തുന്നു. അടുത്തത് ഇന്നത്തെ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച അഭിവന്യ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനിയാണ്. ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനങ്ങളെടുത്ത് സഭയെ നയിക്കുന്ന അജപാലകൻ. കേരളത്തിൽ നിന്നും അങ്ങകലെ ഡൽഹിയിലിരിക്കുമ്പോഴും കുവൈറ്റിലുള്ള തൻ്റെ അജഗണങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും മാനസികമായി ഒത്തുചേരുകയും തക്കതായ ഉപദേശങ്ങൾ നൽകി ബലപ്പെടുത്തുകയും ചെയ്യുന്ന അതുല്യനായ ഞങ്ങളുടെ തിരുമേനി, അങ്ങേക്ക് പകരം വയ്ക്കുവാൻ അങ്ങ് മാത്രം.